മലയാറ്റൂർ കുരിശുമുടി എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും മനസ്സിൽ വരുന്നത് ഒരു വിശുദ്ധമായ ഒരു യാത്രയാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. പെരിയാർ നദിയുടെ തീരത്തോട് ചേർന്ന് പ്രകൃതിയുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ മല വെറും കയറാനുള്ളൊരു മല മാത്രമല്ല, വിശ്വാസവും പ്രാർത്ഥനയും ചേർന്ന ഒരു അനുഭവമായി പലരും കാണുന്നിടമാണ്. പഴമക്കാർ പറയുന്ന ഒരു വിശ്വാസപ്രകാരം ക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് തോമസ് ലീഹ കേരളത്തിലെത്തിയ ശേഷം ചില പ്രയാസ സമയങ്ങളിൽ ഈ മലയിലെത്തി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം ഇവിടെ അഭയം തേടിയതായും ഈ മലയുടെ മുകളിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചതായും വിശ്വാസമുണ്ട്. ആ പ്രാർത്ഥനയുടെ അടയാളമായി കല്ലിൽ കുരിശിന്റെ ഒരു രൂപം പതിഞ്ഞുവെന്നും പിന്നീട് അതേ സ്ഥലത്ത് പൊന്നിൻ കുരിശ് എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധ അടയാളം പ്രത്യക്ഷപ്പെട്ടുവെന്നും ആളുകൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മല പൊന്നിൻ കുരിശുമുടി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്നും ഈ മല കയറുമ്പോൾ പലരും പൊന്നിൻകുരിശ് മുത്തപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് കയറുന്നത്. അതൊരു ശബ്ദം മാത്രമല്ല, ഒരു വിശ്വാസത്തിന്റെ പ്രകടനമാണ്. ആ വിളിയിൽ തന്നെ ഒരു ആത്മീയമായൊരു എനർജി ഉണ്ടെന്ന് തോന്നും. ഈ മല കയറുന്ന ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കാരണങ്ങളുണ്ട്. ചിലർ പ്രാർത്ഥനയ്ക്കായി, ചിലർ നന്ദി പറയാൻ, ചിലർ മനസ്സിലുള്ള ഭാരങ്ങൾ വിട്ടുകളയാൻ, ചിലർ ഒരു അനുഭവം തേടി. ഓരോരുത്തരും വ്യത്യസ്തമായൊരു മനസ്സോടെ ഈ യാത്ര ആരംഭിക്കുന്നു. മലയാറ്റൂർ മല കയറുന്ന വഴി ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. കാടുകൾക്കിടയിലൂടെ കല്ലുകളും കയറ്റങ്ങളും നിറഞ്ഞൊരു വഴിയാണിത്. ചില ഭാഗങ്ങളിൽ കയറാൻ ബുദ്ധിമുട്ട് തോന്നും, ചിലപ്പോൾ നിർത്തി ശ്വാസമെടുക്കേണ്ടി വരും. പക്ഷേ അതിനിടയിലും മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകും. ശരീരം ക്ഷീണിച്ചാലും മനസ്സ് ശാന്തമാകുന്ന ഒരു അനുഭവമാണ് ഈ യാത്രയിൽ പലർക്കും ലഭിക്കുന്നത്. മലയാറ്റൂർ മല കയറുന്ന ഈ വഴി ആദ്യമായി നോക്കുമ്പോൾ ഒരു സാധാരണ കയറ്റം പോലെ തോന്നാം. പക്ഷേ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഇതൊരു സാധാരണ വഴിയല്ല. ഓരോ ചുവടിലും എന്തോ ഒരു ശാന്തത, ഒരു ഭക്തി, ഒരു അനുഭവം നിസ്സാരമായി മനസ്സിലേക്ക് കടന്നു വരുന്നത് പോലെ തോന്നും. താഴെ നിന്ന് തുടങ്ങുന്ന ഈ യാത്രയിൽ ആദ്യം കാണുന്നത് ആളുകളുടെ മുഖങ്ങളാണ്. ചിലർ ശാന്തമായി നടക്കുന്നു, ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ കുടുംബത്തോടൊപ്പം, ചിലർ ഒറ്റയ്ക്ക്. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേപോലെ എന്തോ ഒരു വിശ്വാസമുണ്ടെന്ന് തോന്നും. അതാണ് ഈ യാത്രയുടെ ആദ്യ അനുഭവം. വഴി പതിയെ കയറുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതി കൂടി നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. മരങ്ങളുടെ ഇടയിൽ കൂടി വരുന്ന കാറ്റ്, ഇലകൾ തമ്മിൽ തട്ടുന്ന ശബ്ദം, ഇടയ്ക്ക് കേൾക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം ചേർന്ന് ഒരു പ്രത്യേകമായൊരു അന്തരീക്ഷം ഉണ്ടാകും. ആ അന്തരീക്ഷത്തിൽ നമ്മളും നിസ്സാരമായി ചേർന്നു പോകും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിന് ചെറിയൊരു ക്ഷീണം തോന്നാൻ തുടങ്ങും. ശ്വാസം കുറച്ച് വേഗത്തിലാകും. പക്ഷേ അതിനൊപ്പം മനസ്സിലൊരു ശാന്തത കൂടിയേ വരൂ. ഈ രണ്ട് അനുഭവങ്ങൾ ഒരുമിച്ച് വരുന്നത് ഈ യാത്രയുടെ പ്രത്യേകതയാണ്. ശരീരം ക്ഷീണിക്കുമ്പോഴും മനസ്സ് ഭാരം കുറഞ്ഞതുപോലെ തോന്നും. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ പലർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ സ്വാഭാവികമായി മനസ്സിലേക്ക് വരും. ചിലർ കഴിഞ്ഞ ദിവസങ്ങളെ ഓർക്കും, ചിലർ തങ്ങളുടെ പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ചിലർക്ക് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ ഈ നിശബ്ദതയിൽ പുറത്തേക്ക് വരും. ഈ മല അതൊക്കെ കേൾക്കുന്ന പോലെ ഒരു അനുഭവം നൽകും. ഇടയ്ക്കിടെ കേൾക്കുന്ന പൊന്നിൻകുരിശ് മുത്തപ്പ എന്ന വിളി ഈ യാത്രയുടെ ആത്മാവ് പോലെയാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ടാകും. അനവധി ആളുകൾ ഒരേ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണത്. മലയാറ്റൂർ മലയുടെ ഈ വഴി നമ്മെ പലതും പഠിപ്പിക്കുന്ന ഒരു വഴിയാണ്. ചിലപ്പോൾ നമ്മൾ വേഗത്തിൽ പോകാൻ ശ്രമിക്കും, പക്ഷേ ഈ വഴി നമ്മെ സാവധാനം പോകാൻ പഠിപ്പിക്കും. ഓരോ ചുവടും ശ്രദ്ധിച്ചെടുക്കാൻ, ഓരോ ശ്വാസവും ശ്രദ്ധിക്കാൻ, ഓരോ നിമിഷവും അനുഭവിക്കാൻ ഈ യാത്ര നമ്മെ പ്രേരിപ്പിക്കും. വഴിയിലെ ചില ഭാഗങ്ങളിൽ നടത്തം നിർത്തി ശ്വാസമെടുക്കേണ്ടി വരും. ആ നിമിഷങ്ങളിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ കയറിയ ദൂരം കാണാം. അതൊരു ചെറിയ സന്തോഷം നൽകും. ഇത്രയും വന്നല്ലോ എന്നൊരു തോന്നൽ. അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനവും.
യാത്രയുടെ ചില നിമിഷങ്ങളിൽ ചുറ്റും ശബ്ദം കുറയും, ഒരു നിശബ്ദത മാത്രം. ആ നിശബ്ദതയിൽ നമ്മൾ സ്വന്തം മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. നമ്മൾ പറയാത്ത വാക്കുകൾ, നമ്മൾ മറച്ചുവെച്ച വികാരങ്ങൾ എല്ലാം കുറച്ചു കുറച്ചായി പുറത്തേക്ക് വരും. ആ നിമിഷങ്ങളിൽ ഈ യാത്ര ഒരു പ്രാർത്ഥനയായി മാറും. ദുഃഖവെള്ളിയാഴ്ചയാകുമ്പോൾ മലയാറ്റൂർ മലയുടെ ഈ വഴി ഒരു സാധാരണ വഴിയായി തോന്നാറില്ല. അത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ യാത്രയായി മാറും. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മലയിലൂടെ നീണ്ടു നീണ്ടു പോകുന്ന ആളുകളുടെ ഒരു നിര കാണാം. ഒരു നദി പോലെ ഒഴുകുന്ന ഒരു മനുഷ്യപ്രവാഹം പോലെ ഒരാൾക്ക് പിന്നിൽ ഒരാൾ നിർത്താതെ ഒരേ ദിശയിൽ മുന്നോട്ടു പോകുന്നു. ആ കൂട്ടത്തിൽ കുട്ടികളുണ്ടാകും, മുതിർന്നവരുണ്ടാകും, കുടുംബമായി വരുന്നവരും ഒറ്റയ്ക്ക് നടക്കുന്നവരും. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേപോലെ ഒരു വിശ്വാസമുണ്ടെന്ന് തോന്നും. അതാണ് ഈ യാത്രയെ പ്രത്യേകമാക്കുന്നത്. ചിലർ കുരിശ് ചുമന്ന് നടക്കുന്നു, ചിലർ മൗനമായി പ്രാർത്ഥിക്കുന്നു, ചിലർ പതുക്കെ ഓരോ ചുവടും എടുത്തു മുന്നോട്ടു പോകുന്നു, ചിലർ കണ്ണടച്ച് എന്തോ ഉള്ളിൽ പറയുന്ന പോലെ. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഈ മല കയറുന്നത് ദുഃഖവെള്ളിയാഴ്ചയിൽ ഒരു പതിവാണ്. പ്രായവും സ്ഥലവും ഒന്നും നോക്കാതെ എല്ലാവരും ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വഴിയിലൂടെ നടക്കുമ്പോൾ ഇടയ്ക്കിടെ കേൾക്കുന്ന ശബ്ദം, പൊന്നും കുരിശുമുത്തപ്പ. ആ ശബ്ദം ഒരാളുടെ മാത്രമല്ല, പലരുടെയും ശബ്ദം ഒരുമിച്ച് ചേർന്ന ഒരു വിശ്വാസത്തിന്റെ ശബ്ദം പോലെ തോന്നും. മലയിലൂടെ മുഴുവൻ മുഴങ്ങുന്ന ഒരു പ്രാർത്ഥന പോലെ. ഒരു ഭാഗത്ത് ആളുകൾ മുകളിലേക്ക് കയറുന്നു, മറ്റൊരു ഭാഗത്ത് ആളുകൾ താഴേക്ക് ഇറങ്ങുന്നു. ആ രണ്ട് ദിശകളിലും ഒരുപോലെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. കയറുന്നവരുടെ മുഖത്തൊരു ക്ഷീണം കാണാം, പക്ഷെ അതിനൊപ്പം ഒരു സമാധാനവും കാണാം. ഇറങ്ങുന്നവരുടെ മുഖത്തൊരു തൃപ്തി കാണാം, എത്തി എന്നൊരു ശാന്തമായ സന്തോഷം. ഈ വഴിയിൽ ഒരാൾ മറ്റൊരാളെ അറിയില്ല, പക്ഷെ ഒരു നോക്കിൽ തന്നെ ഒരു ബന്ധമുണ്ടാകുന്നത് പോലെ തോന്നും. ഒരാൾ മറ്റൊരാൾക്ക് വഴിവിടും, ഒരാൾ മറ്റൊരാൾക്ക് സഹായിക്കും. ഒരു ചെറിയ ചിരി പോലും ഇവിടെ വലിയൊരു ആശ്വാസമാകും. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ മലയിലൂടെ നീളുന്ന ഈ മനുഷ്യരുടെ നിര ഒരു ജീവിച്ചിരിക്കുന്ന ഒരു കാഴ്ച പോലെ തോന്നും. ഒരു വലിയ പ്രാർത്ഥന പോലെ, ഒരു വിശ്വാസത്തിന്റെ ഒഴുക്ക് പോലെ. പകൽ സമയത്ത് ഈ തിരക്കൊരു വലിയ ചലനമായി തോന്നും, പക്ഷേ ആ തിരക്കിനുള്ളിൽ പോലും ഒരു ശാന്തത ഒളിഞ്ഞിരിക്കുന്നു. രാത്രിയായാൽ ഈ കാഴ്ചയ്ക്ക് മറ്റൊരു ഭംഗി വരും. മലയിലൂടെ ചെറിയ ചെറിയ വെളിച്ചങ്ങൾ നീങ്ങുന്ന പോലെ, ഒരു പ്രകാശത്തിന്റെ ഒഴുക്ക് പോലെ. ആ സമയത്ത് നോക്കുമ്പോൾ ഇതൊരു യാത്രയാണോ അല്ലെങ്കിൽ ഒരു ദർശനമാണോ എന്ന് പോലും തോന്നും. ദുഃഖവെള്ളിയാഴ്ചയിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ മല കയറുന്നത് ഒരു പതിവാണ്. പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ഈ യാത്ര തുടരും. മല കയറുന്ന ഈ വഴിയിൽ ഇടയ്ക്കിടെ ശ്രദ്ധയിൽപ്പെടുന്ന മറ്റൊരു കാഴ്ചയാണ് മരങ്ങളുടെ മുകളിലിരുന്ന് നമ്മളെ നോക്കുന്ന കുരങ്ങന്മാർ. വഴിയരികിലുള്ള മരങ്ങളുടെ കൊമ്പുകളിൽ ശാന്തമായിരുന്ന ആളുകളെ നോക്കിയിരിക്കുന്ന അവരെ കാണുമ്പോൾ ഈ മലയുടെ സ്വാഭാവികത എന്താണെന്ന് കൂടുതൽ മനസ്സിലാവും. ചില കുരങ്ങന്മാർ ഒരിടത്ത് ഒത്തുകൂടിയിരിക്കും, ചിലത് ഒറ്റയ്ക്കിരുന്ന് ചുറ്റുമുള്ളത് നോക്കും, ചിലതൊരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടും. മനുഷ്യരുടെ ഈ തിരക്കിനിടയിലും അവർക്കൊരു പേടിയോ ആശങ്കയോ ഇല്ലാത്തതുപോലെ ഇതവരുടെ സ്വന്തം ഇടമാണെന്നൊരു സ്വാഭാവികത അവരിൽ കാണാം. മലയാറ്റൂർ മല കയറുന്ന ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഇതൊരു സാധാരണ കയറ്റം മാത്രമാണെന്ന് തോന്നില്ല. വഴിയരികിലൂടെ കാണുന്ന ഓരോ രൂപങ്ങളും ഓരോ കാഴ്ചകളും നമ്മളെ പതിയെ മറ്റൊരു യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. കുരിശ് ചുമന്ന് നടന്ന യേശുവിന്റെ അവസാന യാത്രയിലേക്ക്. യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടെ കാണുന്ന ചിത്രങ്ങൾ, ആ രൂപങ്ങൾ, അവ വെറും രൂപങ്ങളല്ല, ഒരു കഥയാണ്, ഒരു വേദനയുടെ ഓർമ്മയാണ്. ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ ഒരു നിമിഷം നാം നിൽക്കും. ഒരു നിരപരാധിയെ മരണത്തിന് വിധിക്കുന്ന ആ രംഗം, ഒന്നും തെറ്റില്ലാത്ത ഒരാൾക്ക് മേൽ വിധിയിറങ്ങുന്ന ആ നിമിഷം, അത് കാണുമ്പോൾ തന്നെ ഒരു ഭാരം ഉള്ളിൽ തോന്നും. ജീവിതത്തിൽ നമുക്കും ചിലപ്പോൾ ന്യായമില്ലാതെ നേരിടേണ്ടി വന്ന നിമിഷങ്ങൾ ഓർമ്മ വരും.
കുരിശ് തന്റെ ചുമലിലെടുത്ത് മുന്നോട്ടു പോകുന്ന യേശുവിന്റെ രൂപം ഈ മല കയറുന്ന നമ്മുടെ ചുവടുകളുമായി അതെങ്ങോ ബന്ധപ്പെടുന്ന പോലെ തോന്നും. നാം ഈ വഴിയിൽ മുന്നോട്ടു പോകുന്നത് പോലെ അവനും തന്റെ വഴി നിർത്താതെ തുടരുന്നു. കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ ആ ഭാരത്തിൽ തളർന്നു വീഴുന്ന കാഴ്ച, ആദ്യ വീഴ്ച, അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ തകർച്ചകൾ ഓർമ്മ വരും. പക്ഷേ അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്ന ദൃഢത, അത് നമ്മെ ആഴത്തിൽ സ്പർശിക്കും. വഴിയിലൂടെ ഒരു നിമിഷം അമ്മയെ കാണുന്ന ആ കാഴ്ച, വാക്കുകളൊന്നുമില്ലെങ്കിലും ഒരമ്മയുടെ ഹൃദയം എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആ നിമിഷം മാത്രം മതി. അതിനുശേഷം ഒരാൾ മുന്നോട്ട് വന്ന് കുരിശ് ചുമക്കാൻ സഹായിക്കുന്ന കാഴ്ച, ഈ മല കയറുമ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരാൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നത് ഒരു ചെറിയ കൈത്താങ് പോലും എത്ര വലിയ ശക്തിയാണെന്ന് അത് ഓർമ്മിപ്പിക്കും. അടുത്തതായി കാണുന്ന ഒരു ചെറിയ സ്നേഹത്തിന്റെ നിമിഷം, ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് മുഖം തുടയ്ക്കുന്ന കാഴ്ച, അതൊരു ചെറിയ കാര്യം പോലെ തോന്നാം, പക്ഷേ ആ വേദനയിൽ അതൊരു വലിയ ആശ്വാസമാണ്. വഴി വീണ്ടും കഠിനമാകുമ്പോൾ വീണ്ടും വീഴുന്ന കാഴ്ചകൾ, വീണ്ടും എഴുന്നേൽക്കുന്നത്, വീണ്ടും മുന്നോട്ട് പോകുന്നത്, ഈ മല കയറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ക്ഷീണം പോലെ തന്നെ ആ യാത്രയും വേദനയിൽ നിറഞ്ഞതാണ്. കുരിശിന്റെ വഴിയിൽ ഇടയ്ക്കിടെ കാണുന്ന മറ്റൊരു കാഴ്ച, വേദനയിലായിരിക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന യേശുവിന്റെ രൂപമാണ്. അതൊരു വലിയ സ്നേഹത്തിന്റെ അടയാളം പോലെ തോന്നും. കുരിശിന്റെ വഴിയിൽ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു വലിയ വീഴ്ച യേശു വീഴുന്നുണ്ട്. 3-ാം പ്രാവശ്യം. ശരീരം മുഴുവൻ ക്ഷീണിച്ചിട്ടും വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്ന ആ ദൃഢത, അത് നമ്മളെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. നമുക്ക് അത്രയും സഹനമുണ്ടോ എന്ന്. അതിനുശേഷം കാണുന്ന കാഴ്ചകൾ, അപമാനം, മാനഹാനി, മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏറ്റവും കഠിനമായ നിമിഷങ്ങൾ. അത് കാണുമ്പോൾ ഉള്ളിലൊരു നിശബ്ദത വരും. അവസാനം കുരിശിൽ ആണിയിടുന്ന നിമിഷം, വേദനയുടെ പരമാവധി. അവിടെ വാക്കുകളൊന്നും വരില്ല, മനസ്സ് നിശബ്ദമാകും. അതിനു പിന്നാലെ എല്ലാം നിശ്ചലമാകുന്നൊരു നിമിഷം, മരണം. ഒരവസാനം എന്ന പോലെ തോന്നും, പക്ഷേ അതിനകത്തൊരു വലിയ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ശരീരം താഴെ ഇറക്കുന്നു. സ്നേഹവും വേദനയും ചേർന്നൊരു നിമിഷം. അവസാനമായി കല്ലറിയിൽ വെക്കുന്നു. എല്ലാം അവസാനിച്ചതുപോലെ തോന്നുന്ന ഒരു സമയം, പക്ഷേ അതിനകത്ത് തന്നെ ഒരു പ്രത്യാശ. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഈ രൂപങ്ങളെല്ലാം നമ്മൾ വെറുതെ കാണുകയല്ല, നമ്മളത് അനുഭവിക്കുന്നു. ഓരോ കാഴ്ചയും നമ്മളെ നിർത്തി ചിന്തിപ്പിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. മലയാറ്റൂർ മല കയറുന്ന ഈ യാത്ര ഒരു സ്ഥലത്തെത്താനുള്ള യാത്ര മാത്രമല്ല, ഒരു മനുഷ്യന്റെ വേദനയിലൂടെ, ഒരു വിശ്വാസത്തിന്റെ വഴിയിലൂടെ നമ്മളെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ്. ഓരോ ചുവടും ഒരു പ്രാർത്ഥന, ഓരോ ശ്വാസവും ഒരു സമർപ്പണം. അതിനാലാണ് ഈ മല കയറുമ്പോൾ അത് വെറും ഒരു കയറ്റമായി തോന്നാത്തത്. മലയുടെ മുകളിലെത്തുമ്പോൾ നമ്മൾ എന്തോ വിട്ടുകളഞ്ഞ പോലെ തോന്നും. മനസ്സിലെ ഭാരങ്ങൾ, ആശങ്കകൾ. അതിനു പകരം ഒരു ശാന്തത, ഒരു ലാളിത്യം. അതാണ് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം. മലയുടെ മുകളിലെത്തുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്ന മറ്റൊരു പ്രത്യേക കാഴ്ചയാണ് ആളുകൾ കൊണ്ടുവന്ന് കൂട്ടിവെക്കുന്ന കുരിശുകൾ. ഈ കുരിശുകൾ വെറും മരക്കഷ്ണങ്ങളല്ല, ഓരോരുത്തരുടെയും പ്രാർത്ഥനയും വാഗ്ദാനവും വിശ്വാസവും ചേർന്നൊരു അടയാളമാണ്. പലരും ഈ മല കയറുമ്പോൾ കുരിശ് ചുമന്നു വരുന്നത് ഒരു നേർച്ചയായി കാണുന്നു. മുകളിലെത്തിയ ശേഷം ആ കുരിശുകൾ അവിടെ വെച്ച് പോകുമ്പോൾ അതൊരു സമർപ്പണം പോലെ തോന്നും. ഞാൻ എൻ്റെ ഭാരങ്ങൾ ഇവിടെ വിട്ടു എന്നൊരു ശാന്തമായ അനുഭവം. ഈ യാത്രയുടെ അവസാനം നമ്മൾ എന്തോ നഷ്ടപ്പെടുത്തിയ പോലെ തോന്നില്ല, പകരം എന്തോ നേടി എന്നൊരു അനുഭവം. ചില കുരിശുകൾ ചെറുതാണ്, ചിലത് വലുതാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പോലെ. പക്ഷെ അവയുടെ അർത്ഥം ഒരേപോലെ തന്നെയാണ്, വിശ്വാസം. ഇവിടെ നിൽക്കുന്ന ഈ കുരിശുകളെല്ലാം കൂടി നോക്കുമ്പോൾ അതൊരു സ്ഥലമല്ല, ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ ഒന്നായി നിൽക്കുന്ന ഒരു നിമിഷം പോലെ തോന്നും. ഒരാൾ വിട്ടിട്ട് പോയ കുരിശ് മറ്റൊരാൾക്കൊരു പ്രത്യാശയായി മാറുന്നു.
മലയുടെ മുകളിലെത്തുമ്പോൾ വിശുദ്ധ തോമാസ്ലിഹായുടെ രൂപം കാണാം. അവിടെ നിൽക്കുന്ന ആ രൂപം നോക്കുമ്പോൾ ഈ മലയുടെ മുഴുവൻ ചരിത്രവും അതിനൊപ്പം തന്നെ നിൽക്കുന്നത് പോലെ തോന്നും. കേരളത്തിലെത്തി വിശ്വാസം പ്രചരിപ്പിച്ച ആ ശിഷ്യൻ, ഈ മലയിലെത്തി പ്രാർത്ഥിച്ചുവെന്ന് വിശ്വസിക്കുന്ന ആ വ്യക്തി, അവന്റെ സാന്നിധ്യം ഇന്നും ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് പോലെ. ആ രൂപത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ശാന്തത മനസ്സിൽ തോന്നും. ഈ മല കയറുന്ന യാത്ര ആ രൂപത്തിന് മുന്നിൽ നിൽക്കുന്ന ആ നിമിഷത്തിൽ ഒരു പൂർണ്ണത നേടിയതുപോലെ തോന്നുന്നു. മലയുടെ മുകളിലെത്തുമ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ആന കുത്തിയ പള്ളി. പേരിൽ തന്നെ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്ന ഈ സ്ഥലം പഴയകാലത്ത് ഈ പ്രദേശം കാടുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന സമയത്തെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് ഇവിടെ എത്തുന്ന ആനകൾ പള്ളിയുടെ മതിലിൽ കുത്തിയതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഈ പേരിന് പിന്നിലെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ പള്ളി ആന കുത്തിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നിത് ഒരു ചെറിയ പള്ളി മാത്രമായിരിക്കാം, പക്ഷെ അതിന്റെ പിന്നിലുള്ള കഥയും വിശ്വാസവും അതിനെ വളരെ പ്രത്യേകമാക്കുന്നു. ഈ മലയുടെ പ്രകൃതിയുമായുള്ള ബന്ധവും കാലങ്ങളിലൂടെ കടന്നുപോയ ചരിത്രവും ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയുന്നത് പോലെ തോന്നും. ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസം മലയാറ്റൂർ മലയിൽ കാണുന്ന മറ്റൊരു പ്രത്യേക കാഴ്ചയാണ് മഞ്ചലിൽ കിടത്തിയിരിക്കുന്ന ഈശോയുടെ തിരുസ്വരൂപം. കുരിശിലെ വേദനകൾക്ക് ശേഷം ശാന്തമായി കിടക്കുന്ന ആ രൂപം കാണുമ്പോൾ ഒരു നിമിഷം മനസ്സ് മുഴുവൻ നിശബ്ദമാകുന്നു. ആ രൂപം വെറും ഒരു പ്രതിമയല്ല, ഒരു വലിയ ത്യാഗത്തിന്റെ ഓർമ്മയാണ്. മരിച്ച ശേഷം ശാന്തമായി കിടക്കുന്ന ആ ദൃശ്യം യേശുവിന്റെ സഹനവും സ്നേഹവും നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അവിടെ എത്തുന്ന വിശ്വാസികൾ ശബ്ദമില്ലാതെ നിൽക്കുകയും മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മലയുടെ മുകളിലുള്ള പൊന്നിൻകുരിശ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വിശുദ്ധമായ അടയാളങ്ങളിലൊന്നാണ്. പഴമക്കാർ പറയുന്ന വിശ്വാസപ്രകാരം വിശുദ്ധ തോമാസ്ലീഹ ഈ മലയിലെത്തി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഈ മലയുടെ മുകളിലേക്ക് എത്തിയതായും വിശ്വാസമുണ്ട്. ആ പ്രാർത്ഥനയുടെ ആഴത്തിൽ അദ്ദേഹം കല്ലിൽ കുരിശിന്റെ അടയാളം വരച്ചതായും പിന്നീട് അതേ സ്ഥലത്ത് ഒരു അത്ഭുതമായി പൊന്നിൻകുരിശ് പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് വിശ്വാസം. അതിനാലാണ് ഈ മല പൊന്നിൻകുരിശുമുടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നിന്ന് കുറച്ച് മാറി നോക്കുമ്പോൾ കല്ലിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പാദമുദ്ര കാണാം. ഈ പാദമുദ്രയെ വിശുദ്ധ തോമാസ്ലീഹ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാൽ പതിഞ്ഞതായാണ് വിശ്വാസികൾ കാണുന്നത്. ഈ യാത്രയുടെ അവസാനം താഴെ എത്തുമ്പോൾ കാണുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് നേർച്ചക്കഞ്ഞി. വളരെയധികം ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യുന്ന ആ കഞ്ഞി ഒരു പങ്കിടലിന്റെ അടയാളമാണ്. ഈ മലയുടെ അടിവാരത്ത് തന്നെ കല്ലിന്റെ മുകളിലായി നിൽക്കുന്ന വിശുദ്ധ തോമാസ്ലീഹായുടെ ഒരു രൂപം കാണാം. പഴയകാലത്ത് കാടുകളും വന്യജീവികളും നിറഞ്ഞിരുന്ന ഈ സ്ഥലത്ത് ആ രൂപം ഒരു സംരക്ഷണത്തിന്റെ അടയാളമായിട്ടാണ് സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു.